നമസ്കാരം. ശ്രീ വിഷ്ണുമായ എല്ലാവർക്കും വിഷ്ണുമായുടെയും കരിങ്കുട്ടിയുടെയും ഗുരുമുത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് പറയാൻ പോണത് കലശപൂജനെ കുറിച്ചാണ്. കലശപൂജ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യമാംസാദികൾ വെച്ചുകൊണ്ടുള്ള നമ്മുടെ കർമ്മം. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ പോലും നമുക്കൊരു ഗുരുവിൻ്റെ അനുവാദവും അനുഗ്രഹവും കാര്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യമാംസാദികൾ വെച്ചുകൊണ്ട് നമ്മൾ വിഷ്ണുമായിക്കുള്ള കലശവും കാര്യങ്ങളും ചെയ്യാണ്ട്. കലശത്തിൻ്റെ പൂജ എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് നിങ്ങൾ ആരും കാണരുത്. ആ കലശത്തിന് ചെയ്യേണ്ട കാര്യങ്ങളും കർമ്മങ്ങൾക്കും അത്രയും പവറുണ്ടത്. പുട്ട്, തമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ എന്താ പറയുക, മലര്, അവല് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ ആ സമയത്ത് ചെയ്യുമ്പോൾ അതിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്യണ സമയത്ത് പോലും നമുക്ക് സ്വാമിയുടെ അനുഗ്രഹം വരണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സ്വാമിയുടെ മന്ത്രം, മൂലമന്ത്ര ജപം വേണം. ആ മന്ത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് നമ്മൾ മന്ത്രം മേടിച്ച് യഥാശക്തി നമ്മൾ മന്ത്രജപവും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് നമുക്കതിൻ്റെ സിദ്ധി വന്നാൽ മാത്രമേ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഒപ്പം തന്നെ സ്വാമിയുടെ മന്ത്രകാര്യങ്ങളും കൃത്യമായിട്ട് ജപിച്ചതിന് ശേഷം മാത്രമേ നേദ്യവും കാര്യങ്ങളും വെക്കാൻ പാടുള്ളൂ. ആ നേദ്യം വെക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പുട്ട്, തമുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കത്തിൽ നിങ്ങളുടെ അടുത്ത് പറയണ ഇത്രയും കാര്യങ്ങളൊക്കെ വെക്കണം, കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ കൃത്യമായിട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 17 ഐറ്റംസ് എങ്കിലും വരും. അത് കൃത്യമായിട്ട് വെക്കാൻ പറ്റിയില്ല. ഗുരുവിൻ്റെ അനുഗ്രഹവും അനുവാദവും ഇല്ലാതെ നമ്മൾ ചെയ്ത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ഒരു ഗുരുവിൻ്റെ ബലമില്ലത്. ആ ഗുരുവിൻ്റെ ബലമില്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണത്. 3 എണ്ണം വയ്ക്കാൻ പറഞ്ഞാൽ പോലും ആ ഗുരുവിൻ്റെ അനുഗ്രഹവും ബലവും നമുക്കുണ്ടാവണം. ഇല്ലാത്ത പക്ഷത്തിൽ നമ്മൾ വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ ദോഷമായിട്ട് വേണം. നമ്മൾ യഥാശക്തി വെച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളും കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗുരുപരമ്പരകൾക്ക് വേണ്ടി വെച്ചിട്ട് കരിങ്കുട്ടിക്ക് വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റും. പക്ഷേ യഥാശക്തി നമ്മളെ കർമ്മം ചെയ്ത് നമുക്ക് എന്താ പറയുക, ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഉണ്ടാവണം. അവിടെ കർമ്മം ചെയ്തൊരു ശക്തി ഉണ്ടാവണം. നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു കർമ്മം കൂടി, അവിടെ നിന്നുള്ള ഒരു കർമ്മത്തിൻ്റെ ഒരു ബലം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യം നടക്കുള്ളൂ.